ഒരു മല പെട്ടെന്ന് താഴേക്ക് ഒഴുകി വരുന്നത് കണ്ടാൽ അത് വെറും മണ്ണ് ഇടിഞ്ഞു വീഴുന്നതായി തോന്നാം. പക്ഷേ യഥാർത്ഥത്തിൽ അതിന് പിന്നിൽ മണ്ണിനടിയിൽ നടക്കുന്ന ഒരു വലിയ മാറ്റമുണ്ട്. മലയുടെ മുകളിലെ മണ്ണും പാറകളും എപ്പോഴും താഴേക്ക് വലിക്കുന്ന ഒരു ശക്തിയുണ്ട്, ഗുരുത്വാകർഷണം. അതേസമയം മണ്ണിനുള്ളിലെ പാറകളും മരങ്ങളുടെ വേരുകളും മറ്റും അതിനെ ഒരിടത്ത് പിടിച്ചു നിർത്താൻ സഹായിക്കുന്നു. അങ്ങനെ മലയുടെ ചരിവിൽ രണ്ട് ശക്തികൾ തമ്മിൽ ഒരു തുലനം നിലനിൽക്കുന്നു, താഴേക്ക് വലിക്കുന്ന ശക്തിയും പിടിച്ചു നിർത്തുന്ന ശക്തിയും. ഈ തുലനം തകരുമ്പോഴാണ് പ്രശ്നം തുടങ്ങുന്നത്. അതിൽ ഏറ്റവും പ്രധാനപ്പെട്ട കാരണങ്ങളിലൊന്നാണ് കനത്ത മഴ. മഴവെള്ളം മണ്ണിലേക്ക് ഇറങ്ങുമ്പോൾ ആദ്യം അത് മണ്ണിലെ ചെറിയ ഇടങ്ങളിലൂടെ താഴേക്ക് പോകുന്നു. മഴ തുടർന്നു കൊണ്ടിരുന്നാൽ മണ്ണിൽ കൂടുതൽ വെള്ളം അടിഞ്ഞുകൂടും. ഇതോടെ മണ്ണിൻ്റെ ഭാരം കൂടും. അതേസമയം മണ്ണിലെ കണങ്ങളെ പരസ്പരം പിടിച്ചു നിർത്തുന്ന ശക്തി കുറയാനും സാധ്യതയുണ്ട്. അപ്പോൾ മലയുടെ ചരിവിൽ നേരത്തെ ഉണ്ടായിരുന്ന തുലനം മാറുന്നു. മണ്ണിനെ താഴേക്ക് വലിക്കുന്ന ശക്തി കൂടുതലായാൽ എന്ത് സംഭവിക്കും? മണ്ണും പാറകളും പതുക്കെ നീങ്ങാൻ തുടങ്ങാം. ചിലപ്പോൾ ചെറിയൊരു ഭാഗം മാത്രം താഴേക്ക് വരും. പക്ഷേ സാഹചര്യങ്ങൾ കൂടുതൽ മോശമായാൽ വലിയൊരു മണ്ണിലിടച്ചിലായി മാറാം. ഇതാണ് നമ്മൾ ഉരുൾപൊട്ടൽ എന്ന് വിളിക്കുന്നത്. എന്നാൽ എല്ലാ ഉരുൾപൊട്ടലും ഒരേ രീതിയിലല്ല. ചിലപ്പോൾ മണ്ണാണ് പ്രധാനമായും താഴേക്ക് നീങ്ങുന്നത്. ചിലപ്പോൾ വലിയ പാറക്കഷ്ണങ്ങളും മണ്ണും ഒരുമിച്ച് താഴേക്ക് പതിക്കും. വെള്ളം വളരെ കൂടുതലായാൽ മണ്ണും പാറയും വെള്ളവും ചേർന്ന് വളരെ വേഗത്തിൽ താഴേക്ക് ഒഴുകുന്ന ഒരു വലിയ പ്രവാഹമായി മാറാനും കഴിയും. ഇതുതന്നെയാണ് ഉരുൾപൊട്ടലിനെ കൂടുതൽ അപകടകരമാക്കുന്നത്. പക്ഷേ ഇവിടെ മറ്റൊരു ചോദ്യം വരും. മഴ പെയ്യുന്ന എല്ലാ മലകളിലും ഉരുൾപൊട്ടൽ ഉണ്ടാകാത്തത് എന്തുകൊണ്ട്? കാരണം മഴ മാത്രം മതിയാകില്ല. മലയുടെ ചരിവ് എത്ര കുത്തനെയാണ്? മണ്ണിൻ്റെ സ്വഭാവം എന്താണ്? പാറകൾ എത്രത്തോളം ശക്തമാണ്? വെള്ളം എങ്ങനെയാണ് മണ്ണിനുള്ളിലൂടെ ഒഴുകുന്നത്? പ്രദേശത്ത് മുമ്പ് വിള്ളലുകളോ മണ്ണിൻ്റെ ചലനങ്ങളോ ഉണ്ടായിരുന്നോ? തുടങ്ങിയ പല കാര്യങ്ങളും പ്രധാനമാണ്. മരങ്ങളും സസ്യങ്ങളും ചില സാഹചര്യങ്ങളിൽ മണ്ണിനെ പിടിച്ചു നിർത്താൻ സഹായിക്കും. അവയുടെ വേരുകൾ മണ്ണിനെ ബന്ധിപ്പിക്കുന്നത് പോലെ പ്രവർത്തിക്കുന്നു. എന്നാൽ ഒരു പ്രദേശത്തെ സസ്യാവരണം നീക്കം ചെയ്യുക, മലയുടെ ചരിവ് മുറിക്കുക, റോഡ് നിർമ്മാണത്തിനായി മലയുടെ ഭാഗങ്ങൾ മാറ്റുക തുടങ്ങിയ മനുഷ്യപ്രവർത്തനങ്ങൾ ചില സാഹചര്യങ്ങളിൽ ചരിവിൻ്റെ സ്ഥിരതയെ ബാധിക്കാം. അതുകൊണ്ട് മഴ പെയ്തു, അതുകൊണ്ട് മാത്രം ഉരുൾപൊട്ടി എന്ന് എല്ലാ സംഭവങ്ങളെയും ലളിതമായി പറയാൻ കഴിയില്ല. മഴ ഒരു പ്രധാന കാരണമാകാം, പക്ഷേ ഒരു ഉരുൾപൊട്ടലിന് പിന്നിൽ പല ഘടകങ്ങളും ഒരുമിച്ച് പ്രവർത്തിച്ചേക്കാം. ഉരുൾപൊട്ടൽ ആരംഭിച്ചാൽ അതിൻ്റെ വേഗത വളരെ പ്രധാനമാണ്. മണ്ണും പാറയും താഴേക്ക് നീങ്ങുമ്പോൾ അതിൻ്റെ വഴിയിലുള്ള മരങ്ങളും മണ്ണും കല്ലുകളും കൂടെ വലിച്ചു കൊണ്ടുപോകാം. അതിനാൽ ചെറിയതായി ആരംഭിച്ച ഒരു മണ്ണിടിച്ചിൽ പോലും താഴേക്ക് പോകുമ്പോൾ വലുതാകാം. ഇതുകൊണ്ടാണ് മലപ്രദേശങ്ങളിൽ കനത്ത മഴയ്ക്ക് ശേഷം മണ്ണിടിച്ചിലിൻ്റെ സാധ്യതയെക്കുറിച്ച് മുന്നറിയിപ്പ് നൽകുന്നത്. അപ്പോൾ ഉരുൾപൊട്ടൽ ഉണ്ടാകുന്നതിന് മുമ്പ് എന്തെങ്കിലും സൂചനകൾ ഉണ്ടാകുമോ? ചില സാഹചര്യങ്ങളിൽ മണ്ണിലോ വീടുകളിലോ പുതിയ വിള്ളലുകൾ കാണാം. മരങ്ങളോ വൈദ്യുതി പോസ്റ്റുകളോ ചെരിയാം. വാതിലുകളും ജനലുകളും പെട്ടെന്ന് ശരിയായി അടയാതാകാം. മലയുടെ ഭാഗങ്ങളിൽ നിന്ന് അസാധാരണമായ ചെറിയ മണ്ണിടിച്ചിലുകൾ ഉണ്ടാകാം. അരുവികളിലോ വെള്ളത്തിൻ്റെ ഒഴുക്കിലോ പെട്ടെന്നുള്ള മാറ്റങ്ങളും ശ്രദ്ധിക്കേണ്ടതാണ്. എന്നാൽ ഇത്തരം ലക്ഷണങ്ങൾ എല്ലായിടത്തും ഉണ്ടാകണമെന്നില്ല. അതിനാൽ ഔദ്യോഗിക മുന്നറിയിപ്പുകൾ അവഗണിക്കരുത്. ഉരുൾപൊട്ടൽ മനസ്സിലാക്കാൻ ഏറ്റവും ലളിതമായ ഒരു ഉദാഹരണം നോക്കാം. ഒരു ചെരിവുള്ള സ്ഥലത്ത് കുറച്ച് മണ്ണ് വെച്ചിരിക്കുന്നതായി കരുതുക. അത് വരണ്ടിരിക്കുമ്പോൾ മണ്ണൊരു പക്ഷേ അവിടെ തന്നെ നിൽക്കും. പക്ഷേ അതിലേക്ക് തുടർച്ചയായി വെള്ളമൊഴിച്ചാൽ മണ്ണ് നനയും, ഭാരം കൂടും, ഘടനയിൽ മാറ്റം വരും. ചെരിവ് കൂടുതലാണെങ്കിൽ അത് താഴേക്ക് നീങ്ങാൻ തുടങ്ങും. മലയിൽ നടക്കുന്ന പ്രക്രിയ ഇതിലും വളരെ സങ്കീർണമാണ്. പക്ഷേ അടിസ്ഥാന ആശയം ഇതാണ്. ചെരിവിനെ പിടിച്ചു നിർത്തുന്ന ശക്തിയും താഴേക്ക് വലിക്കുന്ന ശക്തിയും തമ്മിലുള്ള തുലനം തകരുന്നു. അതുകൊണ്ട് ഉരുൾപൊട്ടൽ എന്നത് ഒരു മല പെട്ടെന്ന് പൊട്ടിപ്പോകുന്നത് മാത്രമല്ല, മണ്ണും പാറയും വെള്ളവും ഗുരുത്വാകർഷണവും മലയുടെ ഘടനയും എല്ലാം ഒരുമിച്ച് പ്രവർത്തിക്കുന്ന ഒരു പ്രകൃതി പ്രക്രിയയാണ്. മഴ അതിനെ ശക്തമാക്കാം, മലയുടെ ചെരിവ് അതിനെ സ്വാധീനിക്കാം, മണ്ണിൻ്റെ സ്വഭാവം അതിൻ്റെ സ്ഥിരത മാറ്റാം. മനുഷ്യൻ്റെ ഇടപെടലുകൾ ചില സാഹചര്യങ്ങളിൽ അപകട സാധ്യത വർദ്ധിപ്പിക്കാം. അതിനാൽ ഉരുൾപൊട്ടലിനെ ഭയപ്പെടുത്തുന്ന ഒരു ദുരന്തമായി മാത്രം കാണാതെ മലയുടെ ഉള്ളിലും ചെരുവിലും നടക്കുന്ന മാറ്റങ്ങൾ മനസ്സിലാക്കേണ്ട ഒരു പ്രകൃതി പ്രക്രിയയായി കാണുന്നതാണ് പ്രധാനപ്പെട്ടത്. ഒരു ചെറിയ വിള്ളൽ മുതൽ വലിയൊരു മണ്ണിടിച്ചിൽ വരെ മലയുടെ സ്ഥിരത മാറുമ്പോൾ പ്രകൃതി അതിൻ്റെ സൂചനകൾ ചിലപ്പോൾ നമുക്ക് കാണിച്ചു തരും. ആ സൂചനകൾ മനസ്സിലാക്കുകയും ഔദ്യോഗിക മുന്നറിയിപ്പുകൾ പാലിക്കുകയും ചെയ്യുന്നതാണ് ഏറ്റവും പ്രധാനപ്പെട്ടത്. ഉരുൾപൊട്ടൽ എങ്ങനെ സംഭവിക്കുന്നു എന്നതിൻ്റെ പിന്നിലെ ശാസ്ത്രം ഇതാണ്. ഇത്തരം കൗതുകകരമായ അറിവുകൾ ലളിതമായി അറിയാൻ വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യൂ, ചാനൽ സബ്സ്ക്രൈബ് ചെയ്യൂ. അടുത്ത വീഡിയോയിൽ വീണ്ടും കാണാം.